നമസ്കാരം, ന്യൂസ് ക്യാനിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 10 വർഷങ്ങളായി കേരളത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ഇടത് സർക്കാരിൻ്റെ ഭരണം കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയത് കടുത്ത നിരാശയും സങ്കടങ്ങളുമാണ്. കർഷകരെയും തൊഴിലാളികളെയും ഒക്കെ ചേർത്ത് പിടിച്ച് അവരുടെ ഉന്നമനത്തിന് വേണ്ടതെല്ലാം ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് ഒന്നാം പിണറായി സർക്കാരിനെ അവർ അധികാരത്തിലേറ്റിയതെങ്കിലും വിളകൾക്കും ധാന്യങ്ങൾക്കും ഒന്നും അർഹതപ്പെട്ട വില കിട്ടാതെ അധ്വാനം പാഴായി പോകുമെന്നുള്ള കടുത്ത ആശങ്കയോടെ സമരം ചെയ്യുന്ന കർഷക സമൂഹത്തെയാണ് കേരളത്തിൽ അങ്ങോളമിങ്ങോളം കാണാൻ കഴിഞ്ഞത്. തൊഴിൽ മേഖലയിലും അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾക്കായി തൊഴിലാളികൾ സമരം ശക്തമാക്കിയ കാലഘട്ടം കൂടിയായിരുന്നു കഴിഞ്ഞ 10 വർഷങ്ങൾ. ഈ കാലഘട്ടത്തിൽ കേരളത്തെ അതിശക്തമായി പിടിച്ചുകുലുക്കിയ ഒരു വമ്പൻ സമരമായിരുന്നു ആരോഗ്യരംഗത്ത് ദിവസവേതനത്തിന് ജോലി ചെയ്തുകൊണ്ടിരുന്ന ആശാവർക്കർമാർ തിരുവനന്തപുരത്ത് കേരളത്തിലെ ഭരണസിരാ കേന്ദ്രത്തിന് സമീപത്ത് നടത്തിയത്. സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം നടത്തുന്ന ഈ ആശാവർക്കർമാർ ആരാണെന്നും എന്താണ് ഈ ആശാവർക്കർക്കെന്നും കേരളത്തിൽ ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ ഈ സമരം ശക്തമാകുന്നത് വരെ അജ്ഞാതമായിരുന്നു. അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നതിൻ്റെ ചുരുക്കപ്പേരായിരുന്നു ആശ. ഈ ജോലികൾക്ക് നിയമനം ലഭിച്ചവർ പ്രധാനമായും പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് ഗ്രാമപ്രദേശങ്ങളിലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്കർമാരായാണ്. പൊതുജനങ്ങൾക്കും പൊതുജനാരോഗ്യ സംവിധാനത്തിനും ഇടയിലുള്ള ഒരു കണ്ണിയായി പ്രവർത്തിക്കുന്ന ഇവരെ സർക്കാർ ജീവനക്കാരായിട്ടല്ല, മറിച്ച് സന്നദ്ധ പ്രവർത്തകരായിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത്. സങ്കീർണമായ വേതന വ്യവസ്ഥയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഇവരുടെ സേവനങ്ങൾ അങ്ങേയറ്റം ശ്ലാഘനീയമായി ഏവരും പരിഗണിച്ചത് നമ്മുടെ നാട് കോവിഡിന്റെ പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തി വീണ കാലഘട്ടത്തിലായിരുന്നു. അന്ന് ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഏവരും ഭയപ്പെട്ടിരുന്ന കോവിഡ് രോഗികളെ പരിചരിക്കുവാൻ ഇവർ രംഗത്തിറങ്ങിയിരുന്നത്. അടിസ്ഥാനപരമായ ദിവസവേതന വ്യവസ്ഥകളും ഓണറേറിയവും ഇൻസെൻറ്റീവുകളുമൊക്കെ ഇവർക്കുണ്ടെങ്കിലും കഷ്ടപ്പാടിന് തതുല്യമായ ഒരു പരിഗണന ഇവർക്ക് ലഭിച്ചിരുന്നില്ല എന്നതാണ് ഏറെ സത്യം. ഈ വേതനങ്ങളൊക്കെ സ്ഥിരമായി ലഭിക്കാതിരുന്നാലും കുറഞ്ഞ ശമ്പളം പോലും സമയത്തിന് കിട്ടാത്തതിനാലും പലപ്പോഴും ഇവർ കടുത്ത സാമ്പത്തിക ക്ലേശങ്ങളിലേക്ക് കൂപ്പുകുത്തി വീഴുകയായിരുന്നു. ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം വർദ്ധിപ്പിച്ച് നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷം ഫെബ്രുവരി 10-നായിരുന്നു ഇവർ സെക്രട്ടേറിയറ്റ് നടയിൽ സമരം ആരംഭിച്ചത്. സമരം ശക്തമായി നീളുകയും അത് പിന്നീട് റിലേ നിരാഹാര സമരം, മുടിമുറിക്കൽ സമരം എന്നിങ്ങനെ സമരത്തിന്റെ പലതരം വകഭേദങ്ങളിലേക്ക് എത്തിയെങ്കിലും കടുത്ത അവഗണനകൾ കൊണ്ടായിരുന്നു സർക്കാർ അതിനെ നോക്കിക്കണ്ടത്. എന്നാൽ 2025 ഒക്ടോബർ 31-ന് മിനിമം കൂലി വർധനവ് ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങളിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഉറപ്പുകൾ ലഭിച്ചതോടെ പ്രധാന സമരം അവസാനിപ്പിച്ചു. എന്നാൽ പിണറായി സർക്കാരിൻ്റെ വാക്കും പഴയ ചാക്കും തുല്യ നിലവാരമുള്ളതാണെന്നുള്ള തോന്നലും അനുഭവങ്ങളും ഒക്കെ കൊണ്ടായിരിക്കാം അവർ മുന്നോട്ട് വെച്ച ഡിമാൻഡുകൾ പൂർണ്ണമായി അംഗീകരിക്കുന്നതുവരെ ജില്ലാ തലങ്ങളിൽ പ്രതിഷേധം തുടർന്നുകൊണ്ട് അവർ മുമ്പോട്ട് പോകുകയാണ്. വളർന്നു വരുന്ന തലമുറകൾക്ക് അറിവിൻ്റെ പാഠങ്ങൾ പകർന്നു കൊടുക്കാൻ അധ്യാപന വൃത്തി ജീവിതത്തിൻ്റെ ഭാഗമായി തിരഞ്ഞെടുത്ത് അതിനുവേണ്ടി ശക്തമായി നിന്ന അധ്യാപകരിൽ ഭൂരിപക്ഷവും ശമ്പളമില്ലാതെയും അത് സമയത്തിന് ലഭിക്കാതെയും അർഹതപ്പെട്ട ആനുകൂല്യങ്ങളെല്ലാം തടയപ്പെട്ടവരായി കഴിച്ചുകൂട്ടുന്ന ഒരു വല്ലാത്ത സാഹചര്യം അനുഭവിക്കേണ്ടി വന്നതിനാൽ അവരും പ്രതിഷേധങ്ങളും സമരങ്ങളുമായി മുമ്പോട്ട് പോവുകയാണ്. ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ യുവജനോത്സവം തൃശ്ശൂരിൽ നടക്കുമ്പോഴും അധ്യാപകർ പട്ടിണി സമരവുമായി സർക്കാരിനെതിരെ പ്രതിഷേധിക്കുകയാണ്. ആ ഘട്ടത്തിലാണ് കേരളത്തിലെ അധ്യാപകരെക്കാളും ആശാ വർക്കർമാരെക്കാളും ഒക്കെ ശമ്പളം കേരളത്തിലെ ജയിലിൽ കഴിയുന്ന ക്രിമിനലുകൾക്ക് ഉണ്ടെന്ന വിവരം പുറത്തു വന്നത്. ബലാത്സംഗവും കൊലപാതകവും അങ്ങനെ സമൂഹം ഭയക്കുന്ന നിഷ്ഠൂര വൃത്തികൾ ചെയ്തു കൂട്ടിയിട്ട് ശിക്ഷ അനുഭവിച്ച് ജയിലിൽ കിടക്കുന്ന ക്രിമിനലുകൾക്ക് ആഴ്ചയിലെ എല്ലാ ദിവസവും ജയിലിൽ ലഭിക്കുന്നത് മൃഷ്ടാനുഭോജനമാണെന്ന് ഏവർക്കും നന്നായിട്ടറിയാം. സ്കൂളിൽ പഠിക്കാൻ വരുന്ന കേരളത്തിൻ്റെ ഭാവിയെ നിർണ്ണയിക്കുന്ന ഇളം തലമുറകൾ കഞ്ഞിക്കൊപ്പം ചെറുപയർ തിന്ന് പഠനം നടത്തുമ്പോൾ ഇവർക്ക് ചിക്കനും മട്ടനും ബീഫുമൊക്കെ വിളമ്പിക്കൊണ്ടാണ് സർക്കാർ കാലാകാലങ്ങളായി അവരോട് പ്രതിബദ്ധത കാട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നാനാതുറകളിൽ മാന്യമായി ജോലി ചെയ്യുന്ന വിവിധ വിഭാഗങ്ങളിൽപ്പെട്ടവർക്കൊക്കെ ലഭിക്കുന്നതിനേക്കാൾ മികച്ച കൂലിയും ആയതിനാൽ വർധനവുമൊക്കെ സർക്കാർ ജയിൽ പുള്ളികൾക്ക് നൽകുന്നുണ്ടെന്ന് അറിഞ്ഞതോടെ ജനം
മൂക്കത്ത് വിരൽ വെച്ചിരിക്കുകയാണ്. ആശാ വർക്കർമാർ മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ സമരം നടത്തുമ്പോൾ അതിനെ ആത്മാർത്ഥമായി അവഗണിച്ച സർക്കാരിന് പറയാനുണ്ടായിരുന്ന തൊടുന്യായം ഫണ്ടില്ലെന്നും കേന്ദ്ര സഹായം ലഭിക്കുന്നില്ലെന്നുമൊക്കെ ആയിരുന്നു. എന്നാൽ ജയിൽ പുള്ളികളുടെ പരിപോഷണത്തിൻ്റെ കാര്യം വന്നപ്പോൾ അത്തരം ന്യായങ്ങളെല്ലാം കാറ്റിൽ പറത്തിയിട്ടാണ് അവരുടെ ശമ്പളത്തിനും ആഹാരത്തിനുമായി വലിയ തുക മാറ്റിവെച്ചത്. അതേക്കുറിച്ച് ഷെക്കൈന നടത്തിയ ചർച്ചയിൽ പങ്കെടുത്ത ആശാ വർക്കറായ ശ്രീമതി റോസമ്മ ധാർമ്മിക രോഷത്തോടെ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു. ഞങ്ങള് ഈ 2025 ഫെബ്രുവരി മാസം 10-ാം തീയതി രാപ്പകൽ സമരം നടത്തണമെന്നോ അനിശ്ചിതകാല സമരം നടത്തണമെന്നോ ഓർത്തോണ്ടല്ല ഞങ്ങൾ സമരത്തിൽ നിന്ന്. ഏറിയാൽ ഒരു 5 ദിവസം അതിൽ കവിഞ്ഞ് ഞങ്ങൾക്ക് അവിടെ ഇരിക്കേണ്ടതായിട്ട് വരുമെന്നും സമരം ചെയ്യേണ്ടതായിട്ട് വരുമെന്നും ഞങ്ങൾക്ക് പ്രതീക്ഷയില്ലായിരുന്നു. കാരണം ഇത് ഇടതുപക്ഷ സർക്കാർ, സ്ത്രീപക്ഷ ഗവൺമെന്റ്, തൊഴിലാളിപക്ഷ ഗവൺമെന്റ് ഇങ്ങനെയൊക്കെയുള്ള ഒരു സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങള് സമരത്തിന് പോയത് തന്നെ. പക്ഷെ ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് ഞങ്ങളെ സമരം ചെയ്ത് 4-ാമത്തെ ദിവസം PSC ചെയർമാൻ ഉൾപ്പെടെ അവരാവശ്യപ്പെടാതെ തന്നെ അവർക്ക് ശമ്പള വർധന ഉണ്ടായി. അതേപോലെ തന്നെ ഞങ്ങളെ എങ്ങനെയൊക്കെ ചവിട്ടി മെതിക്കാമോ, സർക്കാരിന്റെ PR വർക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഏതെല്ലാം തരത്തിൽ സ്ത്രീത്വത്തെ അപമാനിക്കാമോ, സ്ത്രീ തൊഴിലാളികളെ അപമാനിക്കാമോ, സ്ത്രീ തൊഴിലാളികളെ അവഹേളിക്കാമോ, അതെല്ലാം ഞങ്ങൾ ആശാവർക്കർമാരോട് ചെയ്തു. എന്നിട്ടും വീണ്ടും ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. ഞങ്ങൾ പ്രതീക്ഷ കൈവടിയാതെ വീണ്ടും ഞങ്ങൾ ആ കനത്ത വേനലിലും കടുത്ത മഴയിലും ഞങ്ങൾ ആ സെക്രട്ടേറിയറ്റ് പഠിക്കൽ രാത്രിയും പകലും, അതായത് ഇവിടത്തെ സർക്കാരും ഇവിടത്തെ ജനങ്ങളും രാത്രിയിൽ സുഖമായി സ്വന്തം വീട്ടിൽ മൂടി പുതച്ച് കിടന്നുറങ്ങുന്ന സമയത്ത് ഞങ്ങൾ അമ്മമാര് ആ തെരുവിലായിരുന്നു, സെക്രട്ടേറിയറ്റ് തെരുവിലായിരുന്നു. ഞങ്ങളെ കൊതുകിന്റെ കടിയേറ്റ് അങ്ങേയറ്റം എലികൾ പോലും ഞങ്ങളുടെ അടുത്തൂടെ ഓടുന്ന സമയത്ത് പോലും ഞങ്ങൾക്ക് പ്രതീക്ഷയോടെ ഞങ്ങൾ കാത്തിരിക്കുമായിരുന്നു. എന്നിട്ട് ഞങ്ങൾക്ക് 8.5 മാസം ആയി കഴിഞ്ഞപ്പോഴത്തേക്കും വെറും തുച്ഛമായ പൈസ മാത്രമാണ് ഗവൺമെന്റ് ഞങ്ങൾക്ക് അനുവദിച്ചു തന്നത്. പക്ഷെ ഞങ്ങൾക്കിപ്പോ സന്തോഷമുണ്ട്. ഒരു നാണയത്തുട്ട് പോലും ഞങ്ങൾക്ക് തരില്ല, സമരത്തിന്റെ വഴിക്ക് പോയിക്കോട്ടെ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അവസാനം നവംബർ മാസം 1-ാം തീയതി ഞങ്ങള് സമരപ്പന്തൽ അഴിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് 1000 രൂപയുടെ വർധനവ് തന്നു. അതുവരെയും ഞങ്ങളെ അവഹേളിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങളെ പോയി സമരം ചെയ്യേണ്ട കേന്ദ്രത്തോടാണ്, ഞങ്ങളും നിങ്ങളുടെ കൂടെ വരാം. ഇമാതിരിയുള്ള വളരെ മോശമായ സ്ത്രീ തൊഴിലാളികളോടൊന്നല്ല, ഒരു തൊഴിലാളികളോടും ലോകത്തിന്നേവരെ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാത്ത രീതിയിൽ ഈ സർക്കാർ ഞങ്ങളോട് പെരുമാറിക്കഴിഞ്ഞു. ഒക്ടോബർ മാസം 25-ാം തീയതി ഞങ്ങളുടെ ക്ലിഫ് ഹൗസ് മാർച്ചില് 6.5 അടി ഉയരത്തിലുള്ള ബാരിക്കേഡിന്റെ മുകളിൽ നിൽക്കുമ്പോൾ ഒരു സ്ത്രീകൾ എന്ന പോലും പരിഗണന പോലും ഇല്ലാതെ 5 പ്രാവശ്യം ഞങ്ങളുടെ നേരെ ജലപീരങ്കി അടിച്ചു. തൊഴിലാളി സർക്കാർ അവകാശപ്പെടുന്ന സർക്കാർ മാത്രം ഞങ്ങളോട് മുഖം തിരിക്കുകയാണ്. കേരളത്തിന്റെ ആണിക്കല്ലാണ് ആശാവർക്കർമാർ. ഇന്ത്യ ചരിത്രത്തിന്റെ ആരോഗ്യ മേഖലയിലെ ആണിക്കല്ലായ ആശാമാർക്ക് കൊടുക്കാൻ ഇന്ന് സർക്കാരിന് പണമില്ല. ഇത്രയും സമയം എല്ലാവരും ചർച്ച ചെയ്തു, കേരളം മുഴുവനും ചർച്ച ചെയ്യുവാണ്. ജയിലിൽ കിടക്കുന്ന കുറ്റവാളിക്ക് കൊടുക്കാൻ പണമുണ്ട്. ഞങ്ങള് രാത്രിയെന്നോ പകലോ ഇല്ലാതെ വാർഡിലുടനീളം വർക്ക് ചെയ്ത് ഞങ്ങൾക്ക് തരാൻ സർക്കാരിന് പണമില്ല. ഇത് ജനം കണ്ടു, ജനം മനസ്സിലാക്കി. ജനം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പോലെ തന്നെ ജനം വിധി എഴുതും. 26,165 ആശാവർക്കർമാരെയും ഇതേപോലെ തീച്ചുളയിൽ നിർത്തി പണിയെടുത്ത കൂലി കൊടുക്കാത്ത സർക്കാരിന് ഞങ്ങൾ തിരിച്ചടി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു. ആദ്യത്തെ പാളയം വിജയിച്ചു കഴിഞ്ഞു. ഇനിയും ഞങ്ങൾക്ക് 2ാമത്തെ പാളയത്തിലേക്ക് തന്നെയാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത്. ഞങ്ങളുടെ സമരം തീർന്നില്ല. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് അവർ വാഗ്ദാനം ചെയ്തിരിക്കുന്ന 21,000 രൂപ ഞങ്ങൾക്ക് കിട്ടാതെ ഞങ്ങൾ ഒരിക്കലും സമരം നിർത്തുന്നില്ല. ഞങ്ങൾ സമരം നിർത്തിയിട്ടില്ല. പക്ഷേ ജനങ്ങളോടുള്ള ആ വലിയ ആത്മാർത്ഥത കൊണ്ട് ഞങ്ങൾ ഫീൽഡുകളിൽ പോയി ഇന്നും ഞങ്ങൾ ലെപ്രസി വർക്ക് ചെയ്യുവാണ്. ഞങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന വാർഡുകളിൽ ഉടനീളം ലെപ്രസിക്ക് പരിശോധനയും മറ്റു കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ രാപകലില്ലാതെ ഇന്നും ഞങ്ങൾ അധ്വാനിക്കുകയാണ്. കേരളത്തിൽ മികച്ച വിദ്യാഭ്യാസവും മികച്ച തൊഴിലും
അതിന് തതുല്യമായ വേതനവും ഒന്നും ലഭിക്കില്ല എന്നത് കേരളത്തിലെ യുവജനങ്ങൾക്കിടയിൽ വേരുറച്ചു പോയ ഒരു വിശ്വാസം തന്നെയാണ്. അതുകൊണ്ട് പുരയിടം തീരെഴുതി കൊടുത്തും ഭീമമായ തുക ലോൺ എടുത്തും പഠനത്തിനും ജോലിക്കുമായി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നവർ വൃണിതഹൃദയരെ പോലെ ഇനി ഈ നാട്ടിലേക്കില്ല എന്ന് ശപഥമെടുക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ അടിപ്പെട്ടു പോയ കേരളത്തിൻ്റെ യുവരക്തങ്ങളെയും അവരുടെ തലമുറകളെയും കേരളത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ചില ശ്രമങ്ങളൊക്കെ നടക്കുന്നതിനിടെ ജയിലിൽ മികച്ച ശമ്പളവും ഭക്ഷണവും നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതികളെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നതിനാൽ എങ്കിൽ പിന്നെ ജയിലിലേക്ക് തന്നെ പോയേക്കാം എന്ന് അവരിൽ ചിലരെങ്കിലും തീരുമാനമെടുത്താൽ അവരെ കുറ്റം പറയാൻ കഴിയുമോ? അവർ മാത്രമല്ല, ജീവിതത്തിന്റെ രണ്ടഗ്രവും കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാട് പെട്ടുകൊണ്ട് സർക്കാരിന്റെ ജീവനക്കാർ ജീവിതത്തിന്റെ പെരുവഴിയിൽ പകച്ചു നോക്കുമ്പോൾ ഒരു എഞ്ചിനീയർക്ക് പോലും ലഭിക്കുന്നതിനേക്കാൾ മികച്ച തുടക്ക ശമ്പളം ജയിലിൽ ലഭിക്കുന്നുണ്ടെങ്കിൽ ജയിലിലോ സുഖപ്രദം എന്ന് ചിലർ ചിന്തിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഈ ജയിലിലെ ഈ കൂലി വർധനവുമായി ബന്ധപ്പെട്ടിട്ട് ഈ ദിവസങ്ങളിലെ ചർച്ചകളൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ അകത്ത് കാണുന്ന ഒരു കാര്യം, ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു മെച്ചപ്പെട്ട ജോലി കിട്ടണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 12ാം ക്ലാസ് വരെ പഠിക്കണം. 12 ഉണ്ടായിരുന്നവരാണ് പ്രീ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം. അതിനുശേഷം ഡിഗ്രി എടുക്കണം. ഡിഗ്രി എടുത്താൽ ഒരു ജോലി കിട്ടുമോ? ഡിഗ്രി എടുത്താൽ ജോലി കിട്ടത്തില്ല. ഒരു നല്ല ജോലിയിലേക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോ ഇനി ഈ ആളുകൾ ജോലിക്ക് വേണ്ടി പോയാലോ? എനിക്ക് അറിയുന്ന കുറെ യുവാക്കളുണ്ട്. അവര് MPA കഴിഞ്ഞതിന് ശേഷം 12,000 രൂപ, 13,000 രൂപ, 14,000 രൂപ സാലറിയിലാണ് നിൽക്കുന്നത്. HR-ഉം ഈ ഫിനാൻസും ലോജിസ്റ്റിക്സും ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുട്ടികൾ വർക്ക് ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ആ ഒരു സാലറിയിലാണ് നിൽക്കുന്നത്. അതുപോലെയുള്ള ഒരു നാട്ടിലാണ് ജയിൽ വകുപ്പ് 350 രൂപ കൂട്ടണം എന്ന് ആവശ്യപ്പെടുമ്പോ ജയിൽ വകുപ്പിന്റെ ശുപാർശയെ അതിലംഘിച്ചുകൊണ്ട് നമുക്കൊക്കെ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറത്ത് ഒരു വലിയ കൂലി വർധന. മാഷതിന്റെ ആദ്യത്തെ ഭാഗങ്ങളൊക്കെ കഠിന തടവ് അനുഭവിക്കുന്ന വിദഗ്ധരായ തൊഴിലാളികൾക്ക് 620 രൂപ എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഈ കഠിന തടവിന് ശിക്ഷിക്കുന്നത്? ഒന്നെങ്കിൽ കൊലപാതകം, അതായത് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള, അതായത് ഈ അപൂർവങ്ങളിൽ അപൂർവം, കോടതി ഉപയോഗിക്കുന്ന ഒരു പദമാണ് അപൂർവങ്ങളിൽ അപൂർവം. ഈ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള കേസുകളൊക്കെ ചെയ്തിരിക്കുന്ന കുറ്റവാളികൾക്കാണ് കഠിന തടവ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കഠിന തടവിന് വിധിച്ചിരിക്കുന്ന ഒരു കുറ്റവാളിക്ക് ഒരു ജയിലിൽ അവന്റെ താമസത്തിനും ഭക്ഷണത്തിനും മറ്റു കാര്യങ്ങളും മെഡിക്കൽ എയ്ഡിനും എല്ലാത്തിനും ശേഷം മിച്ചം വെക്കാൻ കിട്ടുന്ന എമൗണ്ട് ആണ് ഈ 620 എന്ന് കേൾക്കുമ്പോഴാണ് ഈ നാട്ടിൽ അർദ്ധപ്പട്ടിണിക്കാരനും അത്താഴപ്പട്ടിണിക്കാരനും, ഇപ്പോ ഈ അതിദരിദ്രരില്ലാത്ത കേരളം എന്ന് നമ്മൾ വമ്പ് പറഞ്ഞിട്ടോ വീമ്പ് പറഞ്ഞിട്ടോ യാതൊരു കാര്യവുമില്ല. ഇവിടെ ദാരിദ്ര്യം കൊണ്ട് പൊറുതിമുട്ടുന്നതുകൊണ്ട്, ദാരിദ്ര്യം കൊണ്ട് മരിക്കുന്നതുണ്ട്, ദാരിദ്ര്യം കൊണ്ട് രോഗമുണ്ടാകുകയും മരിക്കുകയും ചെയ്യുന്ന ഇഷ്ടംപോലെ മനുഷ്യരുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. ഞാൻ അട്ടപ്പാടിയിലുള്ള ഒരു വൈദികനാണ്. അപ്പോ അട്ടപ്പാടി പോലുള്ള ഒരു സ്ഥലത്ത് എന്തുകൊണ്ടാണ് പോഷകാഹാരക്കുറവ് കൊണ്ട് കുട്ടികൾ എല്ലാ വർഷവും മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലാണ് ഈ പറയുന്ന 620 രൂപ മൊത്തത്തിൽ മിച്ചം വെക്കാനായിട്ട് അവർക്ക് കിട്ടുന്നു എന്ന് പറയുന്നത്. അല്പമൊക്കെ എന്തെങ്കിലും വൈദഗ്ധ്യം, ഒരാഴ്ചയോ 2 ആഴ്ചയോ പണിയെടുത്താൽ ഇവരാണ് തീരുമാനിക്കുന്നത് ആരാണ് വൈദഗ്ധ്യമുള്ളവര്, ഇല്ല ഈ വിദഗ്ധരല്ലാത്തവർ ആരാണെന്ന് തീരുമാനിക്കുന്നത് ഈ ജയിലാണ് തീരുമാനിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് എത്രയാ കൊടുക്കുന്നത്? 520 രൂപ കൂലി കൊടുക്കുന്നു എന്ന് പറയുക. അതിനുശേഷം ഈ പറഞ്ഞ രീതിയിൽ ഒരു പണിയും ചെയ്യാൻ അറിയാത്തത്, സാധാരണ ഭാഷയിൽ പറഞ്ഞ ഒരു പണിയും ചെയ്യാൻ അറിയാൻ മേലാത്തവർക്ക് കൊടുക്കുന്ന കൂലിയാണ് 530. ഈ കൂലിയെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നിലവിലുള്ള വിദഗ്ധരായ തൊഴിലാളികൾക്ക് കിട്ടുന്ന കൂലിയെ കുറിച്ചും കൂടെ ഒരു പൊതുധാരണ നമ്മുടെ സമൂഹത്തിന് ഉണ്ടാകേണ്ടതായിട്ടുള്ളത്. അപ്പോ ഈ കഠിന തടവിന് ഏറ്റവും വലിയ കുറ്റവാളിക്ക് കിട്ടുന്നത് എത്രയാ? 620 രൂപ. ഇവിടെ എത്രയാ? 300 സംതിങ് രൂപ. ഓൾമോസ്റ്റ് നേർ പകുതി എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അപ്പോ ഈ പറയുന്ന മനുഷ്യർ കേരളത്തിൽ ഇതേ രീതിയിലുള്ള താഴ്ന്ന വേതനത്തിന് ജോലി ചെയ്യാനുള്ള കാരണം എന്താ? ആ കാരണം ഒരു കുറ്റവാളികളല്ല എന്നുള്ളതാണ്. മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ, ആ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നറിയാമോ? ജാർഖണ്ഡ് പോലെ, ബീഹാർ പോലെ, ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോ കേരളത്തിലെ ജയിലുകളിൽ താമസിക്കുന്ന ആളുകൾക്കാണ് ഈ കൂലി കുറവുള്ളത്. അതുകൊണ്ട് എന്ത് പറ്റി? സംസ്ഥാന സർക്കാരിന്റെ മനസ്സങ്ങ് നൊന്തു. അതുകൊണ്ട് ഈ ജയിലിലുള്ള ആളുകളെ പുനരധിവസിപ്പിക്കുവാനും അവർക്ക് ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഉണ്ടാകുവാനും, നേരത്തെ ബഹുമാനപ്പെട്ട മാഷ് പറഞ്ഞ പോലെ ഈ മെച്ചപ്പെട്ട ജീവിത സാഹചര്യം എത്ര ചുമ്മാ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോ
ഒരു 10 വർഷം കഴിഞ്ഞിട്ട് ഇറങ്ങി പോകുമ്പോഴേക്കും 20 ലക്ഷം രൂപയുടെ അടുത്താ. ഒരു ചെറിയ വീട് മേടിക്കാം, നല്ലൊരു ബിസിനസ് തുടങ്ങാം. മുദ്രാ ലോണിനൊന്നും പോകേണ്ട ആവശ്യമില്ല. മുദ്രാ ലോണിന് വേണ്ടി നമ്മുടെ കുട്ടികൾ എന്തുമാത്രമാണ് നടക്കുന്നത്. അപ്പൊ അതിന് പോകേണ്ട ആവശ്യമില്ല, ജയിലിൽ പോയാൽ മതി. അപ്പൊ എങ്ങനെയെങ്കിലും ഒരു അക്രമം ചെയ്ത് ഒരു കുറ്റവാളിയാക്, ജയിലിലെങ്കിലും പോയി നിനക്ക് സമ്പാദിക്കാവല്ലോ എന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മുടെ ആളുകൾ പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ശമ്പളവും പുനരധിവാസവും അടക്കമുള്ള ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ട് കേരളത്തിലെ ജയിലുകളിൽ കഴിയുന്ന കുറ്റവാളികളെ സർക്കാർ സംരക്ഷിക്കാൻ തയ്യാറാകുമ്പോൾ ജയിലിന് പുറത്ത് ശമ്പളം ലഭിക്കാത്ത അധ്യാപകരും ആശാവർക്കർമാരുമെല്ലാം മിനിമം ശമ്പളം പോലും കിട്ടാതെ, അഹോവൃത്തിയുടെ പ്രാഥമിക കാര്യങ്ങൾ പോലും നടക്കാതെ നിരാഹാര സമരവും പട്ടിണി സമരവുമായി കേരളത്തിൻ്റെ സാംസ്കാരിക നഗരങ്ങളിൽ നിറയുമ്പോൾ ടെക് ബിരുദധാരികൾക്ക് പോലും ഇല്ലാത്ത വിധത്തിൽ കൂലി ജയിലിൽ കഴിയുന്ന കുറ്റവാളികൾക്ക് കൊടുക്കുന്നത് ഈ സമൂഹത്തിൻ്റെ നന്മയ്ക്കും തലമുറകളുടെ ശോഭനമായ ഭാവിക്ക് വേണ്ടിയും രാവും പകലും അത്യധ്വാനം കഴിക്കുന്ന സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ളവർക്കും എതിരെയുള്ള സർക്കാരിൻ്റെ പരിഹാസം നിറഞ്ഞ സമീപനം തന്നെയാണെന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ വിഷയത്തെക്കുറിച്ച് ഷെക്കീന ചർച്ച നടത്തിയപ്പോൾ അധ്യാപകനായ ബിബിൻ ചാമക്കാലായിൽ പ്രതികരിച്ചത് ഇപ്രകാരമായിരുന്നു. നമ്മുടെ സർക്കാരും നമ്മുടെ ബാക്കി എല്ലാ വകുപ്പുകളും അധ്യാപകരുടെ മേൽ കാർക്കിച്ച് തുപ്പുകയല്ല, അവരുടെ നെഞ്ചിലേക്ക് ഒരു കാഠിന്യമേറിയ കടാര കൊണ്ട് കുത്തിയിറക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് ഒരാളുടെ നേരെയല്ല, 16,000-ഓളം അധ്യാപകരുടെ നേരെയാണ്. അപ്പൊ അധ്യാപകർ മാത്രമല്ല നമ്മുടെ സമൂഹത്തില് സർക്കാരിന്റെ വിവേചനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആശാവർക്കർമാരുടെ കാര്യമാണ് ഏറ്റവും ഭീകരമായിട്ട് നമുക്ക് പറയാനുള്ളത്. അധ്യാപകരും അതുപോലെ തന്നെ. ആശാവർക്കർമാർക്ക് നമ്മുടെ സമൂഹത്തിന് എത്രയോ നന്മ ഉതകുന്ന കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെയൊക്കെ സേവനങ്ങൾ കൊണ്ടാണ് നമ്മളുടെ ഡെയിലി കാര്യങ്ങൾ തന്നെ, ദൈനംദിന കാര്യങ്ങൾ തന്നെ മുൻപോട്ട് പോകുന്നത്. അവർ നമ്മളുടെ വീടുകളിലുമൊക്കെ നമ്മുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്കായിട്ടാണ് വരുന്നത്. അവർക്ക് വളരെ തുച്ഛമായിട്ടുള്ള വേതനമാണ് ലഭിക്കുന്നതെന്ന് നമുക്കറിയാം. അവർ വളരെയധികം കഷ്ടപ്പെട്ട് തിരുവനന്തപുരത്തും തലസ്ഥാന നഗരിയിലും സെക്രട്ടേറിയറ്റ് കവാടത്തിലും ഒക്കെ അവർ പട്ടിണി സമരം ചെയ്തു. ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന രീതിയിൽ അവർ യാചനാ സമരം ചെയ്തു. സർക്കാർ ചെവിക്കൊണ്ടില്ല എന്ന് മാത്രമല്ല, അതിനോട് മുഖം തിരിക്കുക കൂടിയാണ് ചെയ്യുന്നത്. അവർ സമരം ചെയ്തു, പക്ഷേ അവർക്ക് അവഗണന നേരിട്ടു. അതുപോലെ തന്നെയാണ് അധ്യാപകരുടെ കാര്യത്തിലും പറയുവാനുള്ളത്. ഭിന്നശേഷി പ്രശ്നം എന്ന മറവില് 16,000-ലധികം അധ്യാപകർക്ക് കിട്ടേണ്ട മാസാമാസമുള്ള ശമ്പളം സർക്കാർ അവിടെ മുടക്കുകയാണ് ചെയ്യുന്നത്. അതുവഴി സർക്കാരിന് ഭീമമായ കോടികളുടെ ലാഭമാണ് ഉണ്ടാകുന്നത്. നമ്മളെല്ലാവരും വളരെയധികം ഞെട്ടലോട് കേട്ട ഒരു വാർത്തയായിരുന്നു ജയിലിലെ അന്തേവാസികളുടെ ശമ്പളം കൂട്ടി എന്നുള്ളത്. അത് നിസ്സാര കൂട്ടലായിരുന്നില്ല. നമുക്കൊന്ന് അതിവിദഗ്ധമായിട്ട് കീറി മുറിച്ച് തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. വിദഗ്ധ തൊഴിലാളിക്ക് 168 രൂപയിൽ നിന്ന് 620 രൂപയാണ്. അതായത് ഏറ്റവും വൈദഗ്ധ്യമുള്ളവന്, സ്കിൽഡ് ലേബറിന് 168-ൽ നിന്ന് 620 രൂപ. അർദ്ധ വിദഗ്ധന്, അതായത് സ്കിൽഡ് ലേബറിൽ പകുതി മാത്രം കഴിവുള്ളവന് 560 രൂപ. എനിക്ക് തോന്നുന്നത് 63-ൽ നിന്നാണ് 560. ഏകദേശം 10%, 10 ഇരട്ടിയോളം അവിടെ വർധനവ് ഉണ്ടായി. അതോടൊപ്പം തന്നെ യാതൊരു വിദഗ്ധനും അല്ലാത്തവര്, യാതൊരു വൈദഗ്ധ്യവും ഇല്ലാത്തവന് 530 രൂപ. ഒന്ന് ഓർത്ത് നോക്കുക, എത്രത്തോളം ഭീകരമാണ് നമ്മളുടെ നാട് എന്ന് നമ്മൾ ഒന്ന് ഓർത്ത് നോക്കേണ്ടതുണ്ട്. 2018-ന് ശേഷമാണ് ഇപ്പോഴാണ് ശമ്പളം പുതുക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ 2018 വരെ ഇവര് യഥാർത്ഥത്തിൽ കഷ്ടത അനുഭവിച്ചുകൊണ്ടാണ് വരുന്നത്. ഇവര് എവിടെയെങ്കിലും സമരം ചെയ്തു, അല്ലെങ്കിൽ ഇവർ ഏതെങ്കിലും രീതിയിൽ പ്രക്ഷോഭം ചെയ്തു, നിരാഹാരം ചെയ്തു, പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് വേതനം വർദ്ധിച്ചത്? ഒന്ന് ഓർത്തു നോക്കുക. ഒരു മാസം ഒരു സ്കിൽഡ് ലേബർ ഈ ജയിലിൽ കിടന്ന്, അവന്റെ യോഗ്യതകളെ കുറിച്ച് ഞാൻ അടുത്ത് സംസാരിക്കാം, അവൻ വർക്ക് ചെയ്താൽ അവൻ ഏകദേശം 16,000-ഓളം രൂപയാണ് കിട്ടുന്നത്. 10 വർഷം ജയിലിൽ കിടന്നാൽ അവൻ ഏകദേശം 18 ലക്ഷം രൂപയാണ് കിട്ടുന്നത്. നമ്മുടെ നാട്ടിൽ നമ്മളുടെ ഒരു സഹോദരൻ ഗൾഫിലോ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും രാജ്യങ്ങളിൽ കൂടി പോയവന് 50,000, 40,000 രൂപ കിട്ടും. ഇവിടെ നോക്കുക, എന്തുമാത്രം സൗകര്യങ്ങളാണ്. താമസം കൊടുക്കണ്ട, ഭക്ഷണം എന്ന് പറഞ്ഞാലോ നമ്മുടെ ഉച്ചക്കഞ്ഞി കുട്ടികൾക്ക് കൊടുക്കുന്നതിനെ കഴിഞ്ഞും ശക്തമായ നല്ല പോഷകാഹാരമാണ് ജയിലിലെ ആൾക്കാർക്ക് കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ആഴ്ചയിൽ 2 തവണ മട്ടൻ കറി, ചിക്കൻ കറി, ഉപ്പുമാവ്. കഴിഞ്ഞാടെ നമ്മള് ജയിലിലെ മെനുകളുടെ ഏതൊരു 5 സ്റ്റാർ ഹോട്ടലിലെ മെനു ആണോ എന്ന് പോലും നമ്മൾ അന്തം വിട്ട് നോക്കി നിന്നിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുമക്കൾ സ്കൂളില് ഉച്ചക്കഞ്ഞി കൊടുക്കുന്ന കുഞ്ഞുമക്കൾക്ക് കഞ്ഞിയിൽ നിന്നും പയറിൽ നിന്നും മോക്ഷം ലഭിച്ച്, അല്പം പ്രൊമോഷൻ ലഭിച്ച് മുട്ടയിൽ നിന്നും സാമ്പാറും വരെയായിട്ട് അധികകാലമായില്ല. അപ്പോഴാണ് പിടിച്ചുപറിയും കത്തിക്കുത്തും കൊലപാതകവും ബലാത്സംഗവും ചെയ്ത ഇതുപോലുള്ള വൃത്തികെട്ടവന്മാർക്ക് സർക്കാർ ഇത്രയും അതിഭീമമായിട്ടുള്ള തുക കൊടുക്കുന്നത്. ഇവന്റെ യോഗ്യത എന്താണ്? ഒരു ബിടെക് പഠിച്ച ഒരു ഉദ്യോഗാർത്ഥിക്ക് നമ്മുടെ നാട്ടില് അങ്ങേയറ്റം പോയ 15,000, 12,000 രൂപയാണ് കിട്ടുന്നത്. 10ാം ക്ലാസ് കുസ്തിയും അല്ലെങ്കിൽ സ്കൂളിന്റെ പടി പോലും കണ്ടിട്ടില്ലാത്ത
ഇവരൊക്കെ കൊടുക്കുന്നത് മാസം 10 വർഷം ജയിലിൽ കിടന്ന 18 ലക്ഷം രൂപയുമായിട്ടാണ് ഇങ്ങോട്ട് അവൻ വരാൻ പോകുന്നത്. നമ്മുടെ നാട്ടിലെ ഒരു യുവാവ് എനിക്ക് വീട്ടിലേക്ക് പോകണ്ട, എനിക്ക് വൈരാഗ്യമുള്ളവനെ ഒരുത്തെ കുത്തിക്കൊന്നിട്ട് ജയിലിലേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞാൽ അത്ഭുതം പെടാനൊന്നുമില്ല. ഒന്ന് ഓർത്ത് നോക്കുക, എത്രത്തോളം അധപതിച്ചു നമ്മുടെ നാട്ടിലെ സിസ്റ്റം എന്ന് നമ്മൾ എല്ലാവരും ആലോചിക്കേണ്ടതുണ്ട്. ദീർഘനാളുകൾ പഠിക്കുവാനും പരിശീലനത്തിനുമായി ചെലവിട്ട് ശമ്പളം പരിമിതമായ വേതന സാഹചര്യമാണെങ്കിലും വളർന്നു വരുന്ന തലമുറകൾക്ക് അറിവും ദിശാബോധവും പകർന്നു കൊടുക്കാനുള്ള ദൗത്യത്തെ ദർശനത്തോടെ ഏറ്റെടുത്തിട്ടും സർക്കാരിൻ്റെ അവഗണനകൾക്കും ചിറ്റമ്മ നയങ്ങൾക്കും ഇരകളായി ആശങ്കപ്പെടുന്ന കേരളത്തിലെ എല്ലാ അധ്യാപകരുടെയും ശബ്ദമായി മാറുകയാണ് ഈ അധ്യാപകന്റെ ശബ്ദം. പിണറായി സർക്കാർ ഭരണം അവസാനിപ്പിച്ച് ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് ജയിൽ പുള്ളികളുടെ ശമ്പളം 5 ഇരട്ടി വർദ്ധിപ്പിച്ച പിണറായി സർക്കാരിൻ്റെ തീരുമാനത്തെ ആക്ഷേപത്തിലൂടെയും അല്ലാതെയും ദുർവ്യാഖ്യാനം ചെയ്യുന്നവരുമുണ്ട്. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, കുറഞ്ഞത് 10 കൊല്ലമെങ്കിലും ജയിലിൽ കിടക്കുന്നവൻ 22.5 ലക്ഷം രൂപയും അതിൻ്റെ പലിശയും അടക്കം 1/4 കോടി രൂപയ്ക്ക് അടുത്ത് വരുമാനം നേടി പുറത്തു വരുമെന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ്. ഗൾഫിൽ പോകുന്നവരും മറ്റ് സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവരുമൊക്കെ അവരുടെ ആഹാരത്തിനും വിനോദത്തിനും ചികിത്സയ്ക്കുമൊക്കെയായി തങ്ങളുടെ കയ്യിൽ നിന്ന് പണം ചെലവാക്കിയിട്ട് ശമ്പളത്തിൽ പിന്നെ മിച്ചമുള്ളത് മാത്രം ചുരുക്കി പിടിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിനും 5 പൈസ പോലും ചെലവാക്കാതെ ലക്ഷപ്രഭുവായി ജയിൽ വിട്ട് പുറത്തേക്ക് വരാമെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിൽ ഇനി കുറ്റകൃത്യങ്ങൾ കുത്തനെ പെരുകുമെന്നും പാർട്ടി ഗുണ്ടകളുടെ വിളയാട്ടം ശക്തമാകുമെന്നും നിരപരാധികളായ മനുഷ്യർ പലരും ഇത്തരത്തിൽ ജയിലിൽ പോയി ലക്ഷപ്രഭുക്കന്മാരാകാൻ ആഗ്രഹിക്കുന്നവരുടെ കത്തിമുനയിൽ ഒടുങ്ങിത്തീർന്നേക്കും എന്നും, കുറ്റം ചെയ്തിട്ട് കത്തിമുനയിൽ ഒടുങ്ങിത്തീർന്നേക്കും എന്നും, കുറ്റം ചെയ്തിട്ട് വക്കീലിനെ വെക്കാതെ നേരിട്ട് കുറ്റമേറ്റ് ജയിലിൽ പോകാമെന്നുമുള്ളതിനാൽ വക്കീലന്മാരിൽ പലർക്കും പണിയില്ലാതായേക്കുമെന്നുമുള്ള കാര്യങ്ങൾ ഏറെക്കുറെ ഉറപ്പാണ്. ഈ സമൂഹത്തോട് ഇത്രയധികം ക്രൂരമായ ഒരു സമീപനം കാണിക്കുവാൻ സർക്കാർ തയ്യാറായിട്ടും അതിനെതിരെ ഒരക്ഷരം ഉരിയാടുവാൻ VD സതീശനും കൂട്ടരും തയ്യാറായിട്ടില്ല എന്നതിൻ്റെ വ്യക്തമായ അർത്ഥം തങ്ങൾക്ക് കൂടെ നാളുകളിൽ പ്രയോജനപ്പെടുന്ന ഒരു ശ്ലാഘനീയമായ തീരുമാനമാണ് പിണറായി സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണോ എന്ന് ആത്മാർത്ഥമായി ആശങ്കപ്പെട്ടു പോവുകയാണ്. ഏതായാലും ഈ അനീതിക്കെതിരെ ശബ്ദമുയർത്തിയവർ അഭിനന്ദനത്തിന് അർഹരാണ്. ഇറാനിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ആഭ്യന്തര കലാപത്തിലേക്ക് അങ്ങേയറ്റം നിർണായകമായ ചില നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തൻ്റെ നിലപാടുകൾ വ്യക്തമാക്കിയത്. ഇസ്ലാമിക മതതത്വങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ടും ഖമേനിക്കും അയാളെ ചുറ്റിപ്പറ്റി കറങ്ങുന്ന ചില മത തീവ്രവാദ ചിന്തകന്മാർക്കും മാത്രം ഗുണമുണ്ടാകത്തക്ക നിലയിൽ ഇറാനിലെ ജനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടുള്ള ഭരണമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായുമെല്ലാം പാശ്ചാത്യ ലോകങ്ങളുടെ ക്രമം പിന്തുടരുവാൻ ആഗ്രഹിക്കുന്ന ഇറാനിലെ ഭൂരിപക്ഷം ജനങ്ങളും അരിഷിതാവസ്ഥകൾ മാത്രം സമ്മാനിക്കുന്ന ഖമേനി ഭരണകൂടത്തിൻ്റെ കരാളഹസ്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർ തന്നെയാണ്. മുമ്പ് മതപോലീസിൻ്റെ ചവിട്ടേറ്റ് കൊല്ലപ്പെട്ട മക്സ അമീനയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഇറാനിലെ സ്കൂളുകളിലും കോളേജുകളിലും ആരംഭിച്ച പ്രക്ഷോഭം വലിയ തോതിൽ സമൂഹത്തിലേക്ക് വ്യാപിച്ചിരുന്നു. എന്നാൽ ആ സമരത്തെ ക്രൂരമായി അടിച്ചമർത്തിയ ഖമേനിയുടെ പട്ടാളം അന്ന് കൊല ചെയ്തത് 600ഓളം പേരെയായിരുന്നു. അതിനുശേഷമുണ്ടാകുന്ന അതിശക്തമായ കലാപവും പ്രക്ഷോഭവുമാണ് ഇപ്പോൾ ഇറാനെ കീഴ്മേൽ മറിക്കുന്ന തലത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്.
കെടുകാര്യസ്ഥതയുടെ മകുടോദാഹരണമായി ഭരിച്ചു മുടിക്കുന്ന ഖമേനിയുടെയും അയാളുടെ ഏറാൻ മൂളി മാത്രമായി നിൽക്കാൻ വിധിക്കപ്പെട്ട പ്രസിഡന്റ് മസൂദ് പെഷൻസ്കിയുടെയും പിടിപ്പുകേടിൽ ഇറാൻ ഉളവായിരിക്കുന്നത് അവിടുത്തെ ജനങ്ങൾക്ക് താങ്ങാനാകാത്ത പണപ്പെരുപ്പവും അതിൻ്റെ പരിണിതഫലമായ ബാധ്യതകളുമാണ്. ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങളതിന് പകരം അവരെ ക്രൂരമായി അടിച്ചമർത്തുന്ന നയം പുറത്തെടുത്ത ഇറാനിയൻ ഭരണകൂടത്തിന് ഓരോ ഘട്ടത്തിലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയത് പ്രതിഷേധക്കാരെ അടിച്ചമർത്തിയാൽ തങ്ങൾ ഇടപെടുമെന്ന ട്രംപ് ഇറാന് മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിലും പുറം ലോകത്തേക്ക് വാർത്തകൾ എത്താത്ത വിധത്തിൽ ഇന്റർനെറ്റ് സംവിധാനങ്ങൾ മുഴുവൻ വിച്ഛേദിച്ചുകൊണ്ട് തന്റെ സുരക്ഷാ സേനയെ കളത്തിലിറക്കി ഖമേനി കൊന്നു തള്ളിയത് 12,000 ഇറാൻ പൗരന്മാരെയായിരുന്നു. ജനുവരി മാസം 8, 9 തീയതികളിൽ ഇവരെ കൊന്നു തള്ളിക്കൊണ്ട് അങ്ങേയറ്റം രഹസ്യമായി മിഷൻ തീർപ്പാക്കിയെങ്കിലും വാർത്തകൾ പുറത്തു വന്നതോടെ ലോക നേതാക്കന്മാരിൽ ചിലർ നടുക്കം രേഖപ്പെടുത്തി പിരിഞ്ഞു. എന്നാൽ നമ്മുടെ നാട്ടിലെ പ്രമുഖ മാധ്യമങ്ങൾ പോലും അങ്ങേയറ്റം ക്രൂരമായ ആ മനുഷ്യാവകാശ ലംഘനത്തെ കണ്ടതായി പോലും ഭാവിച്ചില്ല എന്നതാണ് ഏറ്റവും ഖേദകരമായ സത്യം. തങ്ങളുടെ രാജ്യത്ത് കയറി തങ്ങളുടെ പൗരന്മാരുടെ വിലപ്പെട്ട ജീവനിൽ ചിലത് കൊത്തിപ്പറിച്ചെടുത്ത ഹമാസ് തീവ്രവാദികളെ ഊഴം വെച്ച് തീർത്തുകൊണ്ട് ഇസ്രായേൽ അവരുടെ തിരിച്ചടി ശക്തമാക്കിയപ്പോൾ കേരളത്തിലിരുന്ന് ഹമാസിന് വേണ്ടി മോങ്ങിക്കരയുകയും നിലവിളിക്കുകയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ചാനൽ ഫ്ലോറുകളിലും ഹമാസിനെ ന്യായീകരിച്ച് മെഴുകുകയും സേവ് ഗാസ എന്നും ഓൾ ഐസ് ടു റാഫ എന്നുമൊക്കെ പ്രൊപ്പഗണ്ട കൂട്ടായ്മകൾ കൂടിയും നാടൊട്ടുക്കും നിന്നുകൊണ്ട് ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ പേരുകൾ വായിച്ച് കരഞ്ഞ് വലിയ പ്രക്ഷോഭത്തിന് കളമൊരുക്കിയവർക്കുമൊന്നും ഇറാനിൽ കൊല്ലപ്പെട്ട 12,000 പേരെക്കുറിച്ച് യാതൊരു ഖേദവുമില്ലാത്തത് അങ്ങേയറ്റം അമ്പരപ്പുളവാക്കുന്ന കാര്യം തന്നെയാണ്. ഏതായാലും ലോകം മുഴുവൻ നടുങ്ങിപ്പോയ ആ കൂട്ടക്കുരുതിയുടെ വാർത്തകൾക്ക് പിന്നാലെ പ്രക്ഷോഭകാരിൽ ആദ്യം അറസ്റ്റ് ചെയ്ത സോൾട്ടാനി എന്ന യുവാവടക്കമുള്ളവരെ തൂക്കിലേറ്റുമെന്നുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ട് രംഗത്തിറങ്ങിയ ഖമേനിക്കെതിരെ അതിശക്തമായ മുന്നറിയിപ്പും താക്കീതുമായിരുന്നു ട്രംപ് നൽകിയത്. ഇറാനിലേക്ക് അമേരിക്കൻ സൈന്യം അടുക്കുന്നുവെന്നുള്ള സൂചനകളും പുറത്തു വന്നിരുന്നു. അതോടെ അപകടം മണത്ത ഖമേനി പറഞ്ഞതെല്ലാം പിൻവലിച്ച് തൂക്കിലേറ്റൽ എന്ന ഉദ്യമത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് പിന്നാക്കം മാറിയിരിക്കുകയാണ്. അമേരിക്ക ഇനിഷ്യേറ്റീവ് എടുത്ത് ഇറാനെ ആക്രമിക്കുക എന്നുള്ള ഒരു സംഭവം നടക്കാതിരിക്കാൻ അമേരിക്കയ്ക്ക് സ്വാധീനമുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ചില നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. എന്നാൽ മധ്യപൂർവേഷ്യയിൽ വീണ്ടും ഒരു യുദ്ധം ഉണ്ടാകാനുള്ള സൂചനകൾ നൽകിക്കൊണ്ട് അമേരിക്കൻ സൈനിക നീക്കങ്ങൾ ഇറാന്റെ നേരെ തിരിയുന്നുവെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരികയും US നേവിയുടെ ഡ്രോണുകളും മറ്റും ഗൾഫ് ഓഫ് ഒമാനിലൂടെ സഞ്ചരിച്ചെന്നും ജനുവരി 1 മുതൽ US നേവിയുടെ ആളില്ലാ വിമാനമായ ട്രൈറ്റൺ അബുദാബിയിൽ നിന്ന് പറന്നുയർന്ന തീവ്രമായ നിരീക്ഷണം നടത്തിയിരുന്നു എന്നുമുള്ള വിവരങ്ങളും ഒരു യുദ്ധ സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടിയതാണ്. എന്നാൽ സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ, ഈജിപ്ത് എന്നീ ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ ശക്തമായ സ്വാധീനത്തെ തുടർന്ന് ട്രംപ് ആ ഉദ്യമത്തിൽ നിന്ന് താൽക്കാലികമായി പിന്തിരിഞ്ഞെന്ന വാർത്തകളാണ് പിന്നീട് പുറത്തു വന്നത്. ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതികളിൽ നിന്ന് പിന്മാറാൻ സൗദി, ഖത്തർ, ഒമാൻ തുടങ്ങിയ അറബ് രാജ്യങ്ങൾ ട്രംപിനെ ശക്തമായി സ്വാധീനിച്ചെന്നും അതിനാൽ മാരകമായ നടപടികളുടെ പേരിൽ ഇറാനെതിരെ ആക്രമണം നടത്താൻ ഉത്തരവിടില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെ അറിയിച്ചു എന്നുമാണ് റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ മന്ത്രാലയത്തിൽ നടത്തിയ സന്ദർശനത്തിനിടെ ട്രംപ് ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്ന് ടെഹ്റാനെ അറിയിച്ചതായും മേഖലയിലെ US ആസ്തികൾ ലക്ഷ്യമിടരുതെന്നും ഭരണകൂടത്തോട് സംയമനം പാലിക്കാൻ ആവശ്യപ്പെട്ടതായും പാകിസ്ഥാനിലെ ഇറാൻ അംബാസിഡർ റസ അമീരി മൊഗാദം വ്യക്തമാക്കി. എന്നാൽ ഇറാനെതിരെയുള്ള നീക്കങ്ങൾ അവിടെ തീരുന്നില്ല എന്നുറപ്പാണ്. കാരണം കഴിഞ്ഞ ജൂണിൽ ട്രംപ് ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങളിൽ വലിയ ആക്രമണം നടത്താൻ ഉത്തരവിടുന്നതിന് മുൻപും ഇത്തരത്തിൽ ചില അറബ് രാഷ്ട്രങ്ങളുടെ അനുനയത്തിന് മുൻപിൽ ട്രംപ് മൗനം ദീക്ഷിച്ചിരുന്നു. ഇറാൻ എന്ന ടാർഗറ്റ് ഉയർത്തിക്കൊണ്ട് ഇസ്രായേൽ ശക്തമായി നിലകൊള്ളുന്നതിനാൽ ഇറാനെതിരെയുള്ള നീക്കങ്ങൾ അവിടം കൊണ്ടും തീരില്ല എന്നുറപ്പാണ്. പഴയ പേർഷ്യൻ പ്രൗഢിയിലേക്ക് ഇറാനെ എത്തിക്കുക അതുതന്നെയാണ് സയണിസ്റ്റ് ടാർഗറ്റ്. ന്യൂസ് ക്യാൻ ഇനി അടുത്ത ആഴ്ച. നമസ്കാരം.